ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോഴാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. നമുക്ക് കോളേജിലേക്കും ഓഫീസിലേക്കും ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു ലുക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മേക്കപ്പ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനല്ല കേട്ടോ. ഇപ്പോൾ എന്ത് മേക്കപ്പ് തന്നെ ആയിക്കോട്ടെ, ഓണം മേക്കപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോവുകയാണ്, അതിന് മുമ്പ് ചെയ്യുന്ന മേക്കപ്പ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, മേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ DIY കോഫി സ്ക്രബാണ്. അപ്പോൾ നന്നായിട്ട് ഫേസ് ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ മുമ്പ് എന്തായാലും ഫേഷ്യൽ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഈ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ മേക്കപ്പിന് മുമ്പ് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം തൊട്ട് ആ സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെയും, ഡ്രൈ സ്കിന്നാണെങ്കിൽ പാലിൻ്റെ കൂടെയും മുൾട്ടാണി മിട്ടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഡ്രൈ ആയി കഴിയുമ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. അത് മാത്രമല്ല നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ ഫേസിലും കഴുത്തിലും ചെവിയിലും ഒക്കെ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓയിലി ആവുകയും അതുപോലെ ഡള്ളാവുകയും ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ ശരിക്കും അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ടിപ്പാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഫേസൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യേണ്ട 2 ഭാഗങ്ങൾ കൂടി ഉണ്ട്, കണ്ണിന് താഴെയും ലിപ്സും. അപ്പോൾ കണ്ണിന് ചുറ്റും ഞാൻ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് നമ്മളുടെ കണ്ണിന് ചുറ്റുള്ള ഏരിയയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ലിപ്സിൽ നമ്മളുടെ ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഹോം മെയ്ഡ് ലിപ് ബാമാണ്. ഇനി നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. നല്ലൊരു പ്രൈമറാണ് കേട്ടോ. നല്ല മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കാനും നല്ലൊരു ഫ്ലോലെസ് ലുക്ക് കിട്ടാനൊക്കെ ഈ പ്രൈമർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈമറാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ലോറിയലിൻ്റെ ട്രൂ മാച്ച് ഫൗണ്ടേഷനാണ്. ഫേസിലും കഴുത്തിലും ഒക്കെ ഈവണായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്പോഞ്ചാണ്. ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്പോഞ്ചാണ്. സ്പോഞ്ച് ഒന്ന് നനച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് കണ്ണിന് ചുറ്റുള്ള ഏരിയയിൽ ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ചിലർക്ക് മൂക്കിൻ്റെ സൈഡിൽ കറുപ്പ് നിറം ഉണ്ടാവും, ചുണ്ടിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്ന കുറച്ച് പാടുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് പതുക്കെ ഒരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്താണ് കൊടുക്കുന്നത്. ഇനി ഞാൻ ലോറിയലിൻ്റെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാപ്പുമ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയൊരു ബ്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഐബ്രോസിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്. ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ക്യാപ്പുമ്പോൾ ഉണ്ടായ ബ്രഷില്ലേ അത് വെച്ചിട്ട് ഇതൊന്ന് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഈ മേക്കപ്പിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഞാനൊരു ലൈറ്റ്
ക്രീം കളർ എടുത്തിട്ട് ആദ്യം തന്നെ ഐലിഡ്സിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അടുത്തതായിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ആ ലൈറ്റ് ക്രീം അപ്ലൈ ചെയ്തില്ല, അതിൻ്റെ മേലെ ആ പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് ഒരു വിങ് പോലെ, നമ്മൾ കണ്ണ് വാലിട്ട് എഴുതില്ലേ അതുപോലെ കുറച്ച് നീട്ടി ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്രീസ് വരെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ആ അപ്ലൈ ചെയ്ത് എത്തിയ എൻഡിൻ്റെ അവിടെ നിന്ന് ക്രീസിൻ്റെ പകുതി ഭാഗത്തേക്ക് പിന്നെയും കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാനതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വളരെ കുറച്ച് വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ. അധികം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബോറായിട്ട് തോന്നും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഐലൈനർ ഞാൻ എഴുതുന്നത് ഒരു ചെറിയ വാലിട്ട രീതിയിലാണ്. ഒരു വിങ് പോലെ ഔട്ടർ കോർണറിൽ എഴുതുന്നുണ്ട്. പിന്നെ ഇന്നർ കോർണറിൽ നോക്കുകയാണെങ്കിൽ താഴെ ഇന്നർ കോർണറിലും എഴുതുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കാജൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലോറിയലിൻ്റെ കാജലാണ്. അത് ഞാൻ കണ്ണിത്തിരി വലിയതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഇന്നർ കോർണറിൽ മാത്രം വാട്ടർ ലൈനിൽ എഴുതുന്നുള്ളൂ. അപ്പോൾ ഔട്ടർ കോർണറിലേക്ക് വരും തോറും പുറത്തേക്കാണ് എഴുതുന്നത്. കണ്ണ് കുറച്ച് വലിയതായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ താഴെ എഴുതിയ കാജൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് മാക്സ്ഫാക്ടറിൻ്റെ മസ്കാരയാണ്. നല്ലൊരു മസ്കാരയാണ് കേട്ടോ. നമ്മൾ ഫോൾസ് ലാഷസ് വെച്ചൊരു എഫക്റ്റാണ് ഈ മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഇനി ഞാൻ ലിപ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ADSൻ്റെ ലിപ്പ് ലൈനറാണ്. ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ലിപ്സ് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ലിപ്സ്റ്റിക് ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് റൊമാൻറ്റിക് ബ്യൂട്ടിയുടെ 03 ഷെയ്ഡ് 03 ലിപ്സ്റ്റിക്കാണ്. ഇത്തിരി ഡാർക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഡാർക്ക് ലിപ്സ്റ്റിക്ക് അധികം അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചുണ്ട് ഇത്തിരി വലിയതായിട്ട് തോന്നും. അപ്പോൾ ഞാനൊരു ട്രിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ബ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് പൗഡർ ഫൗണ്ടേഷൻ എടുത്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്യുക. കോമ്പാക്ട് പൗഡർ ആയാലും കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമ്മൾ സാധാരണ ഡെയിലി അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പൗഡർ ഇല്ലേ, അതും എടുത്തിട്ട് ലിപ്സിലൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡാർക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ ലിപ്സ്റ്റിക് ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാനും നല്ലതാണ്. ഇനി ഫേസ് കോണ്ടൂർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ADSൻ്റെ അൾട്ടിമേറ്റ് കോണ്ടൂർ പാലറ്റാണ്. അതിൽ നിന്നൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ആദ്യം തന്നെ ചീക്സിൻ്റെ ഭാഗം കോണ്ടൂർ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ നെറ്റി ഉണ്ടെങ്കിൽ നെറ്റി ഭാഗം കോണ്ടൂർ ചെയ്യാം. പിന്നെ ഡബിൾ ചിന്നുള്ളവർക്ക് താടിയുടെ ഭാഗത്ത് കോണ്ടൂർ ചെയ്യാം. പിന്നെ പരന്ന മൂക്കുള്ളവർക്ക് ഇതുപോലെ മൂക്കിൻ്റെ സൈഡിൽ ആയിട്ട് കോണ്ടൂർ ചെയ്യാം. എന്നിട്ട് മൂക്കിൻ്റെ നടുഭാഗം, അതായത് പാലത്തിൻ്റെ ഭാഗത്തായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പരന്ന മൂക്കുള്ളവർക്ക് ഇത്തിരി ഉയർന്ന മൂക്കുള്ള പോലെ തോന്നിപ്പിക്കും. കോണ്ടൂറിങ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ലോറിയലിൻ്റെ 3-in-1 ഹൈലൈറ്റർ ആൻഡ് ബ്ലഷ് പാലറ്റാണ്. അപ്പോൾ ഫേസിലെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി സാരി എടുക്കണം, ഓർണമെൻറ്റ്സ് ഇടണം, ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങളുടെ ഓണാഘോഷമൊക്കെ എവിടം വരെയായി? എൻ്റെ ഓണം എന്ന് പറയുന്നത് നാട്ടിൽ പോവുക, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുക, അവിടെ ഓണാഘോഷിക്കുക, അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് പോവുക, അവിടെയും ഓണാഘോഷിക്കുക, തിരിച്ചു പോരാ. ഇത്രയൊക്കെയാണ്. നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു, അടിച്ച് പൊളിച്ചോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കണം. അപ്പോൾ ഹെയർ നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിലത്തെ സെക്ഷൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിലത്തെ സെക്ഷൻ എടുത്തിട്ട് നന്നായിട്ട് ബാക്ക് കോംബ് ചെയ്യുക. ബാക്ക് കോംബ് ചെയ്തിട്ട് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പൂഫ് പോലെ വെക്കാം. ഓക്കെ, പൂഫ് പോലെ വെച്ചിട്ട് ഒരു സ്ലൈഡ് കൊണ്ട് സെക്യൂർ ചെയ്യുക. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ സെക്ഷൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വകച്ചിലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ സെക്ഷൻ എടുക്കുക, അതൊന്ന് ബാക്ക് കോംബ് ചെയ്യുക. എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷൻ എടുക്കുക, ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോരോ സെക്ഷൻ എടുത്തിട്ട് ചെവിയുടെ അവിടെ എത്തുമ്പോൾ നിർത്തുക. എന്നിട്ട് എല്ലാം കൂടി എടുത്തിട്ട് നമ്മളുടെ പൂഫ് വെച്ചത് നമ്മൾ സെക്യൂർ ചെയ്തിട്ടില്ലേ അവിടെ കൊണ്ടുപോയിട്ട് സ്ലൈഡ് കുത്തി സെക്യൂർ ചെയ്യാം.
ഈ സെയിം മെത്തേഡ് തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. ബാക്കിൽ കൊണ്ടുപോയിട്ട് സ്ലൈഡ് കുത്താം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഫ്രണ്ടിലത്തെ ആ സെക്ഷൻ നമ്മൾ സ്ലൈഡ് കുത്തി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഒരു പൂഫ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പാടുണ്ട്. അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊള്ളിയതാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പൂ വയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 3 മുഴം പൂവാണ്. അപ്പോൾ ഞാൻ മുടിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് മേലെ പിൻ ചെയ്യാണ്. അങ്ങനെ നമ്മളുടെ ഓണം മേക്കപ്പ് ഇവിടെ കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ കഴിയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ഓണം. എല്ലാവരും അടിച്ചു പൊളിക്കുക, സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.